നമ്മൾ IQN എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. IQN സംഭവം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റാർട്ട് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്ന് വരില്ല. ഇത് ഞാൻ ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു, അതുകൊണ്ടാണ് ഈ സംഭവം ഇപ്പം ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എത്നിസിറ്റി ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവം വരും. ഇതുണ്ടോ? അപ്പോൾ ഇതിനകത്ത് കണ്ടോ, നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ഇതാണെന്നുള്ളത് നമ്മൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ ഇതുണ്ടോ സേവ്, ഈ സംഭവം കൊടുക്കുക. അപ്പോൾ ഇവിടെ ആഡായി. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞോണം നിങ്ങളുടെ ഫോൺ നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റാർട്ട് കണ്ടിന്യൂ ആപ്ലിക്കേഷൻ ഈ ഒരു ബോക്സ് ഇവിടെ വന്നില്ല എങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് സൈൻ ഔട്ട് ചെയ്യുക. സൈൻ ഔട്ട് ചെയ്ത് വീണ്ടും സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ അന്നേരം ഈ ഒരു ബോക്സ് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വായിച്ചതിന് ശേഷം മാത്രം മുമ്പോട്ടേക്ക് പോവുക. അതിനുശേഷം ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ അതുണ്ട്. 485 ന്യൂസിലൻഡുകൾ, ഇതാണ് അതിൻ്റെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ഫീസ് വരുന്നത്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഫോൾസ് ഡിക്ലറേഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ $10,000 വരെ നിങ്ങൾക്ക് പെനാൽറ്റി വരാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് കൊടുത്തേക്കുന്ന സംഭവം എംപ്ലോയ്മെൻറ്റ്, ഇതെല്ലാം ഡിക്ലറേഷൻ. ഒരിക്കലും ഒരു ഏജൻറ്റിനെ കൊണ്ട് സംഭവം ചെയ്യിക്കരുത്. ഇത് പ്രത്യേകം ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ നമ്മളോട് സംസാരിച്ച സമയത്ത് അവർ പ്രത്യേകം പറഞ്ഞേക്കുന്ന കാര്യമാണ്. ഇത് ഒരിക്കലും ഒരു ഏജൻറ്റുമാർ ചെയ്യരുത്. ഇത് നിങ്ങളുടെ ലൈസൻസിനെ വരെ ബാധിക്കാം. ഇതിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ഇത് നിങ്ങളല്ല, നിങ്ങളെ വേറെ ആരുമാണ് ചെയ്ത് വിട്ടേക്കുന്നത്, ഇന്ന ഏജൻസി വഴി ചെയ്യുന്നവരെല്ലാവരും ഇതുപോലെ ഏജൻറ്റുമാരാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ ആരെങ്കിലും ഇൻഫോർമേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഏജൻറ്റുമാരോട് പറയുക ഞങ്ങൾക്ക് ഇതിൻ്റെ യൂസ് നെയിം പാസ്വേഡും തരിക എന്ന് നിർബന്ധപൂർവ്വം അവരോട് പറയുക. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഈ സംഭവം ഡിക്ലറേഷനാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഡിക്ലറേഷൻ നിങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നഴ്സിംഗ് കൗൺസിൽ പ്രത്യേകം നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു ഇൻഫോർമേഷനാണ്. ഇപ്പോൾ സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ് വഴി ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ യൂസർ നെയിം പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ചില കാൻഡിഡേറ്റ്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇല്ല ആ ഏജൻസികൾ അവർ ചെയ്യാറുണ്ടല്ലോ. ഞാൻ മറ്റുള്ള ഏജൻസികൾ ചെയ്യണ കാര്യം ഞങ്ങൾ നോക്കാറില്ല. ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഇൻഫോർമേഷൻ നഴ്സിംഗ് കൗൺസിൽ ഡയറക്റ്റ് കിട്ടിയ ഇൻഫോർമേഷനാണ് നമ്മളോട് ചെയ്യരുതെന്ന്. സോ ഞങ്ങൾ ചെയ്യുന്നില്ല. ഏജൻറ്റ് തന്നില്ല എങ്കിൽ അവരടുത്ത് നിർബന്ധപൂർവം പറയുക ഇന്ന പോലെ നിയമമുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നഴ്സിംഗ് കൗൺസിലിൽ വിളിച്ച് സംസാരിക്കാൻ പറയണം. അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എൻ്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾ നഴ്സിംഗ് കൗൺസിൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ വിളിച്ച് അവർ ചെയ്യാമെന്ന് ഏജൻറ്റിന് ചെയ്യാൻ ഡിക്ലറേഷനൊക്കെ കൊടുക്കാമെന്ന് അവർ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഞാൻ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം വായിച്ച് നോക്കുക. പിന്നെ നിങ്ങളുടെ ലാസ്റ്റ് 10 ഇയേഴ്സിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇത് എസ് കൊടുക്കുക. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓരോന്ന്. അതായത് പ്ലേസ് ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് അടിക്കുക, ലൊക്കേഷൻ എവിടെയാണെന്ന് അടിക്കുക. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എവിടെയാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. ജോബ് ടൈറ്റിൽ അടിച്ചു കൊടുക്കുക, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. ഓക്കെ, ഇത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ സംഭവം ഡിക്ലറേഷൻ നിങ്ങൾ മാത്രം ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് ഇത് ഒരു ചെറിയൊരു ട്യൂട്ടോറിയലായിട്ട് എടുക്കാൻ വേണ്ടി മാത്രം നമ്മളൊരു കാൻഡിഡേറ്റിൻ്റെ എടുത്തേക്കുന്നതാണ്. നമ്മൾ ഒരിക്കലും സംഭവം ചെയ്യാൻ പാടില്ല, വീണ്ടും പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഏറ്റവും അവസാനത്തെ ഇവിടെ ചെറിയൊരു സ്മോൾ ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുണ്ടോ സബ്മിറ്റ് എന്നൊരു സംഭവം വരും. ഉണ്ടോ? ഇതിപ്പോൾ ഞാനിത് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതുപോലെയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് ഫുൾ റിവ്യൂ ചെയ്യാനായിട്ടുള്ള സംഭവം വരും. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങൾ.